ഹലോ ഗൈസ്, ജിംഖാന വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിൽ പല്ലശ്ശേനയിലുള്ള വാമല അയ്യപ്പൻ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കിതാ അതിൻ്റെ മുകളിലെത്തണം കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പല്ലശ്ശേനയിൽ എത്തിയിരിക്കുകയാണ്. ആടുന്ന് നമുക്ക് ഒരു 1.5 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് വരുന്നതാണ് നല്ലത്. കാരണം ഇങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ കാട്ടിൻ്റെ നടുവിലൂട്ടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ കുടിവെള്ളം എടുത്തിട്ട് വരുന്നതാണ് നല്ലത് കേട്ടോ. ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് വരുന്നത് നല്ലതാണ്. കാരണം ഇവിടുന്ന് നമുക്ക് നല്ല കയറ്റമുണ്ട്. അപ്പോൾ മുകളിൽ പോയി കഴിഞ്ഞാൽ വെള്ളമൊന്നും കിട്ടാനില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു മല തന്നെയാണ് കേട്ടോ ഇത്. എന്താ പറയുക, ഈ ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ വേണ്ട പാറക്കെട്ടുകളാണ്. ഇങ്ങനെയുള്ള ഇതേ ഉള്ളൂ, അല്ലാതെ എല്ലാവർക്കും വരാം. അപ്പോൾ ചുറ്റിലും കാടാണ് കേട്ടോ. ഈ കാട്ടിൻ്റെ നടുവിലൂട്ടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വലിയ പാറയുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, കണ്ടോ വലിയ പാറയാണ് മുകളിലേക്ക്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂട്ടിയാണ് നമ്മൾ പോകേണ്ടത്. കുറച്ച് ദൂരം നടന്നു വരുമ്പോൾ ഇതുപോലുള്ള പനയുണ്ട് കേട്ടോ. കണ്ടോ ഈ ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പനയാണ്. കണ്ടോ ഇതുപോലുള്ള പനിയാണ് ഇങ്ങോട്ട്. പിന്നെ ഇങ്ങോട്ടുള്ള ഒരു വീടും കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് വരാതിരിക്കുക, 2 ആളെ കൂട്ടിയിട്ട് വരുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ നടന്നിട്ട് ഏകദേശം ഇതിൻ്റെ താഴെ എത്തിയിട്ടുള്ളൂ കേട്ടോ. ക്ഷേത്രത്തിൻ്റെ താഴെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ എത്തുമ്പം തന്നെ ഇവിടെ ഒരു ഗുഹ പോലെ കാണുന്നുണ്ട്. അപ്പോൾ കയറിപ്പോകുമ്പം തന്നെ കല്ലിൽ കൊത്തിയ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പിടിച്ച് കയറാനുള്ള കയറുമുണ്ട്. അപ്പോൾ കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗുഹ പോലെ ഉണ്ട് കേട്ടോ. കണ്ടോ മഴയെല്ലാം നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് വെള്ളം കിടക്കുന്നുണ്ട് കണ്ടോ. ഇതിൻ്റെ ഉൾഭാഗമാണ് നീ കാണുന്നത്. ഇവിടെ ഒരു സർവേ കല്ലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ ബാക്കിൽ കിടക്കുന്ന വലിയ പാറയാട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്നാൽ മതി. വേറെ ഒരു വീടോ കാര്യമോ ഒന്നുമില്ല ഇവിടെ. എന്താ പറയുക, മഴ നനയാതെ വേറെ രക്ഷയില്ല. ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് രക്ഷ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് കയറാം. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ വേലൊന്നുമില്ല കേട്ടോ. വേണ്ട മഴക്കാറുണ്ടെന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരു ആൽമരമുണ്ട്, അത് ചെറുതാണ്. വലുതായ നല്ലൊരു അരങ്ങായിരിക്കും. അപ്പോൾ ഈ ഒരു ഗുഹയുടെ സൈഡിലൂട്ട നമുക്കൊരു വഴിയുണ്ട്. കണ്ടോ ഇതുവഴിയാണ് പോകേണ്ടത്.
അപ്പോൾ നോക്കിയേ പാറേൻ്റെ മുകൾ ഭാഗം കണ്ട, ഇനി ഈ ഒരു ഭാഗം മുഴുവനും പാറയാട്ടാ. പിന്നെ ഇതാ ഇവിടെ വീറും കുപ്പിയെല്ലാം ഉണ്ട് കേട്ടാ, വീറും കുപ്പി. പിന്നെ വേസ്റ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ വേസ്റ്റൊന്നും വലിച്ച് എറിയാതിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന സ്ഥലം കണ്ട, ഇവിടെ നല്ല താഴ്ചയാണ്. പിന്നെ ഈ ഒരു സ്റ്റെപ്പും ചെറിയ സ്റ്റെപ്പാട്ടോ കയറി വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഗുഹയുണ്ട്. ഈ ഗുഹ അങ്ങോളം പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങോട്ട് പോകുന്നില്ല, കാരണം നല്ല ഇരുടാണ്. അതുകൊണ്ട് കുറച്ചങ്ങോട്ട് ഉള്ളോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നടന്നു വരുമ്പോൾ വീഡിയോ ഒരു ചെറിയ സ്റ്റെപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകളിലേക്ക് കയറിപ്പോവാൻ നമുക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ കയറുണ്ട്. ഇതിപ്പം കിട്ടിയതാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മളേറ്റവും ഒരു പകുതിക്കോട്ട് എത്തുമ്പോഴുള്ള വ്യൂ ആട്ടോ ഈ കാണുന്നത്. കണ്ടോ, അങ്ങൊരു വലിയ പാറയുണ്ട് കണ്ടോ. പാടം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണ്. ഞാനൊന്ന് സൂമാക്കി കാണിച്ചു തരാം. കണ്ടോ, അവിടെ ഫുൾ വെള്ളമാണ്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലൊരു വലിയ മലയുണ്ട് കണ്ടോ, വലിയ പാറയാണ്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തെല്ലാം മലനിരകളുണ്ട്. മലേൻ്റെ മുകളിൽ ഇവിടെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്നില്ലേ, ഒരു കാലടീൻ്റെ പോലെയാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ പാറേൻ്റെ മുകളിൽ വരെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ മുകളിലുള്ള വ്യൂ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ നോക്കുമ്പോഴേ വ്യൂ കണ്ട, അപ്പോൾ നമ്മൾ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു പാറ വീഴാനായ പോലെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഉൾഭാഗം കണ്ട, ഒരു മീനാകൃതിയിലാണ് ഈ ഒരു പാറയുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, പല്ലശ്ശേനേൻ്റെ കാഴ്ച കണ്ട, ഒരു രക്ഷയില്ല, സൂപ്പർ. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഏകദേശം പാലക്കാടിൻ്റെ പകുതി ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും കേട്ടോ. അത്രക്കും മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ നടന്നു പോകുമ്പോൾ ഇതാ ഇവിടെ ഒരു പാറ കണ്ട. ഓക്കെ, ചെറിയൊരു പാറേൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയുക, എന്നാ വീഴാനായ പോലെയാണുള്ളത്. ഈ രണ്ട് പാറക്ക് ബാലൻസ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. എന്താ പാറേൻ്റെ മുകളിൽ ഒരുപാട് ആൾ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് വാമല അയ്യപ്പൻ ക്ഷേത്രം കേട്ടോ. കിട്ടുമല്ലേ? അപ്പോൾ നമ്മൾ നടന്നു വരുമ്പോൾ അതാ ഇവിടെ ഒരു വലിയ കുഴിയുണ്ട് കേട്ടോ. കണ്ടാ, ഇതങ്ങ്
ഉള്ളിലേക്ക് പോകുന്നതാണെന്ന് തോന്നുന്നു. ഒരു ചെറിയൊരു ഓൾസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ച് വരുക. തളർച്ചയിൽ നമ്മൾ നടന്നു വന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ അങ്ങോട്ടൊക്കെ നോക്കുമ്പില്ലേ എന്താ കാഴ്ച അറിയാം, ഒരു രക്ഷയില്ല. നോക്കിയേ, മനോഹരമായ കാഴ്ച. അപ്പോൾ നിങ്ങൾ ഇവിടത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം വരിക. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവരായിട്ടുണ്ടെങ്കിൽ ബസ്സിൻ്റെ ടൈം ഒന്ന് ചോദിക്കുന്നത് നല്ലതാട്ടാ. അപ്പോൾ ഞാൻ ചോദിച്ചേരം പറഞ്ഞത് 6:20 ലാസ്റ്റ് ബസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ കേട്ടാ. കാരണം ലേറ്റായി കഴിഞ്ഞാൽ ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ പണി കിട്ടി കളയും. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുക്ക എത്താനായി കേട്ടാ. കറക്റ്റ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വന്ന വഴി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു വഴിയും കൂടിയുണ്ട്, ഇത് വഴി വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ആ വഴിയിലൂട്ട വരാതിരിക്കുക നല്ലത് കേട്ടാ. നമ്മൾ വരുന്ന വഴിയിലൂട്ട ഇതേപോലെയുള്ള സർവേക്കല്ല് വെച്ചിട്ടുണ്ട്, അങ്ങും അവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് നമുക്ക് വഴി തെറ്റാത്ത രീതിയിൽ വരാൻ കഴിയും. അങ്ങനെ നമ്മൾ അയ്യപ്പൻ ക്ഷേത്രത്തിൻ്റെ അടുക്ക് എത്തി കേട്ടോ. ഇവിടെ നിന്നുള്ള വൈബ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രക്കും മനോഹരമായ കാഴ്ച കേട്ടോ, ഒരു രക്ഷയില്ല. അത്രക്കും സൂപ്പർ, ഒന്നും പറയാനില്ല. നല്ല കാറ്റാട്ടോ ഇവിടെ. ഇവിടെ നല്ല കാറ്റാട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി വൈബാ. നല്ല ക്ലൈമറ്റ്, കാരണം എന്താ പറയുക, വെയിലില്ല, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, ഒരു രക്ഷയില്ല കേട്ടാ. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാങ്കിന് വന്ന 2 പേര് അത്ര എത്തുന്നുണ്ട്, വേറെ കാണുന്നില്ല. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞത് വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ, അത് ദീപാവലിൻ്റെ അന്നാണ് കേട്ടോ. പിന്നെ ഇവിടെയുള്ള പൂജ ചെയ്യുന്നത് ആഴ്ചക്ക് ഒരു ദിവസം ഉള്ളൂ എന്നാണ് താഴെ ചോദിച്ചാലും പറഞ്ഞത്. അപ്പോൾ നമ്മൾ വരുന്നെടുക്ക ഒരു ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ കാട് പിടിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ അന്ന് ആ കാടൊക്കെ വെട്ടി ആൾക്കാർക്ക് പോകുന്ന രീതിയിൽ വഴിയാക്കി തരും. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലൂട്ട ഇതാ പരന്ത് പറക്കുന്നുണ്ട് കേട്ടാ, 3-4 പരന്തുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതിൻ്റെ മുകളിൽ, പാറയുടെ മുകളിൽ മുഴുവൻ പേരെഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു തമിഴിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇവിടെ എല്ലാം പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ 4 ഭാഗത്തൊന്നും നല്ല വ്യൂ ആട്ടാ. കാരണം ഏത് ഭാഗത്തും മറവില്ലാതെ ഇതാണ്, അതുകൊണ്ട് നമുക്ക് ഏത് ഭാഗത്ത് നോക്കിയാലും നല്ല വ്യൂ. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് താഴേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടുന്ന് മഴ നനയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കല്ലൊക്കെ എന്ന് പറഞ്ഞാൽ കരിങ്കല്ലിനെ കൊണ്ട് ചെയ്തതാണ് കേട്ടാ. പിന്നെ ഇവിടെ ഒരു 4 ഫില്ലർ കേട്ടാ. കേട്ടോ, ഈ ഒരു സൈഡിൽ 4 ഫില്ലർ ഉണ്ട്. അപ്പോൾ മീൻകുളത്തി അമ്മൻ ക്ഷേത്രം ഇതിൻ്റെ നേരെ താഴെയാണ് കേട്ടാ. അപ്പോൾ അതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ സൈഡിലൂട്ട ഒരു വഴിയുണ്ട്. അപ്പോൾ പൂജാരിയെല്ലാം ഇവിടെ പൂജ ചെയ്യാൻ വരുന്നത് ആ വഴിയാണ്. പക്ഷെ ആ വഴി ഇപ്പം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ആ സമയത്തും ആടെ വെട്ടിയിട്ട് നല്ല വഴിയാക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുന്നവരായിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന ഈ വഴിയിലൂടെ വരുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ആരോടെങ്കിലും ചോദിച്ചിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഗൈസ്, പാലക്കാട് 2 വാമനയുണ്ട് കേട്ടാ. ഒന്ന് പല്ലശന വാമനയാണ്. പല്ലശന വാമനയിൽ
അയ്യപ്പനാണ്. അതുപോലെ തന്നെ പല്ലാവൂർ വമലയുണ്ട്. പല്ലാവൂർ വമലയിൽ സുബ്രഹ്മണ്യ സ്വാമിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ, പാലക്കാട് വരുന്നവർ തെറ്റിപ്പോകാൻ പാടില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.